മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. തീ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് തീ. സംസ്കരിക്കുക, അടിച്ചു പരത്തി പരുവപ്പെടുത്തുക എന്നു തുടങ്ങി നിത്യജീവിതത്തിൽ തീയുടെ ഉപയോഗങ്ങൾ ഒട്ടധികമാണ്. ചുട്ടു തിന്നുക, വേവിച്ചു തിന്നുക എന്നിങ്ങനെ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ടും തീക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. മനുഷ്യന്റെ വളർച്ചാ വഴിയിലെ നിർണായക പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന തീ ഭാഷാമേഖലയിലേക്കും തീപ്പൊരി പോലെ കടന്നുവന്നിട്ടുണ്ട്. പ്രതിസന്ധികളിൽ വളർന്നയാൾ ചെറിയ പ്രശ്നങ്ങളെ വളരെ സന്തുലിത മനസ്സോടെ നേരിടും എന്ന അർത്ഥത്തിൽ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊരു പ്രയോഗമുണ്ട്. അടുക്കളയിൽ കിടന്ന് തീ തിന്നാലും ഒരാളും തിരിഞ്ഞു നോക്കാനില്ല എന്ന സ്ത്രീകളുടെ തീരാത്ത ആവലാതി ഇനിയും മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. തീപ്പൊരി പ്രസംഗം എന്നത് പ്രസംഗത്തിന്റെ ഊർജ്ജസ്വലത, പദങ്ങളുടെ ധാരാളിത്തം മുതലായവ ചേർത്തുവയ്ക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ്. അയാളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറി എന്ന് പറയുന്നിടത്ത് അയാളുടെ ഉള്ളിലുള്ള സകലവിധ ക്രോധവും വിദ്വേഷവും അവിടെ പ്രകടമാകുന്നു. പണ്ഡിതനെ ആശ്രയിക്കേണ്ടിടത്ത് പാമരനെ ആശ്രയിച്ചാൽ കാര്യസാധ്യത്തിന് ഉതകുകയില്ല എന്ന ധ്വനിയാണ് തീപ്പൊരി കുളിരുമാറ്റുമോ എന്ന ചോദ്യത്തിൽ കടന്നുവരുന്നത്. തീപ്പെടുക എന്നത് രാജാവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. വസ്തുക്കളുടെ വില സൂചികയിലുണ്ടായ വൻ വർധനവിനെ അടയാളപ്പെടുത്തുവാൻ തീപിടിച്ച വില എന്ന പ്രയോഗമുണ്ട്. വാലിന് തീപിടിച്ച പോലെ എന്നത് ഇരിക്കപ്പൊറുതിയില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ്. വിശപ്പിന്റെ ആധിക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് വയറ്റിൽ തീയാളി എന്ന പരാമർശം. പരസ്യമായ കവർച്ച, അന്യായ വില ഈടാക്കുക എന്നീ അർത്ഥതലങ്ങളാണ് തീവെട്ടിക്കൊള്ളയ്ക്കുള്ളത്. കാര്യമുള്ളയിടത്ത് കാരണവും കാണും എന്ന തരത്തിൽ പുകയുള്ളിടത്ത് തീയുമുണ്ട് എന്ന് പറയും. സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എരിതീയിൽ എണ്ണയൊഴിക്കുന്നവരെ ആശ്രയിക്കാതിരിക്കുകയാണ് ഉത്തമം. ശൈത്യകാലത്തെ കാഠിന്യം താങ്ങാനാവാതെ അടിമുടി വിറയ്ക്കുന്ന മനുഷ്യാവസ്ഥയെയും പ്രകൃതിയാവസ്ഥയെയും വർണ്ണിക്കാൻ തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങീതേ തീകായ വേണമെനിക്കുമെന്ന് എന്ന മനോഹരമായ വരികളാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മലയാളത്തിലെ പ്രശ്ന നാടക സങ്കേതങ്ങളുടെ തുടക്കക്കാരനായ എൻ കൃഷ്ണപിള്ളയുടെ ബലാബലം എന്ന നാടകത്തിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വാക്പോര് നടത്തുന്ന സന്ദർഭമുണ്ട്. തന്നോടെതിരിടാൻ നീ മുതിർന്നിട്ടില്ല എന്ന അർത്ഥത്തിൽ തീയിൽ തൊട്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്ന് അമ്മായിയമ്മ പറയുമ്പോൾ വാശിയും വീറും ഒട്ടും തന്നെ ചോർന്നു പോകാത്ത മരുമകൾ തീയോട് വെള്ളമാണ് കളിക്കുന്നതെങ്കിൽ എന്ന മറുചോദ്യമാണ് ഉന്നയിക്കുന്നത്. പ്രസ്തുത ഭാഷണത്തിലൂടെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നാടകീയതയുമെല്ലാം പ്രശ്നത്തിന്റെ കൃത്യമായ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ളതാകുന്നു. തീ എന്നത് കേവലം ഒരു ഊർജ്ജരൂപം മാത്രമല്ല, അത് മലയാളിയുടെ വികാരങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ആവിഷ്കരിക്കാനുള്ള കരുത്തുറ്റ പ്രതീകം കൂടിയായി മാറുന്നുണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും